കടക്കൽ ക്ഷേത്രത്തിലെ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പ് നടന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ. ക്രിമിനൽ കേസ് പ്രതിയെ ഉപദേശക സമിതി പ്രസിഡന്റാക്കി. CPM നേതാവായ കാറ്റാടിമൂട് സ്വദേശി ഗിരീഷിനെയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുക്കപ്പെടുന്നവർ കേസുകളിൽ പ്രതിയാകാൻ പാടില്ല എന്നാണ് മാനദണ്ഡം. എന്നാൽ ഇയാൾക്കെതിരെ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസുമുണ്ട്. ഗിരീഷിനെതിരെയുള്ള കേസിന്റെ FIR ജനം TVക്ക് ലഭിച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭരണസമിതിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, നേരത്തെ വിപ്ലവ ഗാനം ആലപിച്ചതിന്റെ പേരിൽ വിവാദത്തിലായ അതേ സമിതി തന്നെയല്ലേ? തീർച്ചയായും അതേ ക്ഷേത്രം തന്നെയാണ്. അതായത് ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പ് നടക്കും. ഈ കഴിഞ്ഞ 6-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്ന സമയത്താണ് ഇതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്നവർ കേസിൽ പ്രതിയാകാൻ പാടില്ല എന്നുള്ളതാണ് മാനദണ്ഡം. എന്നാൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഗിരീഷ് കടക്കൽ പോലീസ് സ്റ്റേഷനിലെ തന്നെ ഒരു കേസിൽ പ്രതിയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ഈ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പിലേക്ക് ആ ലിസ്റ്റിൽ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടാൻ പാടുള്ളൂ. എന്നാൽ അതൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു CPMന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശം. അവിടെ വിപ്ലവ ഗാനം ഉൾപ്പെടെ ആലപിക്കുന്നു. പിന്നീട് അത് നടപടിയൊക്കെ ഉണ്ടാകുന്നുവെങ്കിലും വീണ്ടും അത് തന്നെ തുടരുമെന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഭക്തജനങ്ങളൊക്കെ. കാരണം CPM നേതാവായിട്ടുള്ള, നിലവിൽ ഈ കാറ്റാടിമൂട് ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള കാര്യമാണ് അറിയുന്നത്. അത്തരത്തിലുള്ള ആളുകളെ ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ ഉപദേശക സമിതിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവർ എങ്ങനെയാണ് ഒപ്പിച്ചെടുത്തത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നത്. വളഞ്ഞ വഴിയിലൂടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എത്തിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ അവിടെയുള്ള സാധാരണക്കാർക്ക് അറിയാവുന്നതാണ്. ഇയാൾക്കെതിരെ കേസുണ്ടെന്ന് ഉള്ള കാര്യവും അതോടൊപ്പം തന്നെ CPMന്റെ സജീവ പ്രവർത്തകനാണെന്നും നേതാവാണെന്നുമൊക്കെ ഇവരെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഈ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിൽ വലിയ തരത്തിലുള്ള ഒരു ഉദ്ദേശം ഉണ്ട് എന്നത് തന്നെയാണ്. എന്തായാലും ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ കടക്കൽ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം ശരിവെക്കുന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ആ FIR ഉൾപ്പെടെ. ആ FIRൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, 3-ാം പ്രതിയാണ്, അതായത് 710/2018 കടക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ ഈ ചടയമംഗലം കോടതിയിലിരിക്കുന്ന ഈ ഒരു കേസിൽ കൃത്യമായും 3-ാം പ്രതിയാണ് ഗിരീഷ്. അതോടൊപ്പം തന്നെ അത് പലതവണ കേസ് വിളിച്ചിട്ടുണ്ടെങ്കിലും ഹാജരായിട്ടില്ല. ഇന്ന്, അതായത് ഈ ഒരു നവംബർ 10-ാം തീയതി അടക്കം ഇതിൻ്റെ ഹിയറിംഗ് വിളിച്ചിട്ടുണ്ട്. അതിനും ഹാജരായിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ ഈ ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതി പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നു. വലിയ തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ പോലീസിന് കൃത്യമായും ഇതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരാൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ അയാൾക്കെതിരെ യാതൊരുവിധ കേസുമില്ല എന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ തന്നെ അത് ഉറപ്പിക്കേണ്ടതാണ്. പക്ഷേ എങ്ങനെയാണ് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇയാൾക്ക് ദേവസ്വം ബോർഡിലേക്ക് സമർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. ഇതിൽ പോലീസിനും ഇത് സംബന്ധിച്ച ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുത്തതിലൂടെ അതിൽ പോലീസിനും വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ക്ഷേത്രത്തിലെ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പ് നടന്നത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മനോജാണ് കൊല്ലത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.